ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, ഉൽപ്പത്തി 48:2 മകനായ ജോസഫ് വരുന്നുണ്ടെന്ന് യാക്കോബ് പറഞ്ഞു. അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അവൻ ശക്തി സംഭരിച്ചു, കാരണം മകനായ ജോസഫ് വരുന്നുണ്ട്. ആശിക്കാൻ എന്തെങ്കിലുമുണ്ട്, ആഗ്രഹിക്കാൻ എന്തെങ്കിലുമുണ്ട്, പ്രതീക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ട്. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മുടെ മുഖം ചുരുളും, ആത്മാവ് വാടും, ഹൃദയം ചൊങ്ങി ചുരുണ്ടുപോകും. നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തത് ഭൂമിയിലെ മരണമല്ലേ? നമുക്ക് പ്രതീക്ഷിക്കാൻ, ആശിക്കാൻ ഒന്നുമില്ലാത്തത് ഭൂമിയിലെ നാശമല്ലേ? മകനായ ജോസഫ് വരുന്നുണ്ട്, നമുക്കൊരു നന്മ വരുന്നുണ്ട്, ഒരു പ്രതീക്ഷ. മുമ്പിൽ പായ വിരിക്കുന്നുണ്ട്. സ്വർഗം നമുക്ക് വേണ്ടി ഒരു താമരപ്പൂവിനെ വിടർത്തുന്നുണ്ട്. ഒരു ശാരോൺ പൂ നിനക്ക് വേണ്ടി എവിടെയോ ഇതൾ വിടർത്തുന്നുണ്ട്. ഇതൊരു ചിന്തയല്ല, ബൈബിളിന്റെ സത്യമാണ്. മകനായ ജോസഫ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം യാക്കോബ് സർവശക്തിയും സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അവനൊരു പുതുമയുണ്ടായി, ഒരു പുതിയ ഉത്സാഹം ലഭിച്ചു. ഓരോ ദിവസവും നിന്റെ മുമ്പിൽ ഒരു ജോസഫ് വരുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു നന്മ വിരിയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു നന്മ വഴിത്താറിയിൽ കാത്തിരിപ്പുണ്ട് എന്ന് യേശുവിൽ വിശ്വസിക്കാൻ കഴിയാത്തവൻ ക്രിസ്ത്യാനിയല്ല. ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നിന്റെ കിടക്കയിൽ സർവശക്തിയും സംഭരിച്ച് നീ കിടന്നുപോയവനാ, അവശനായി വീണുപോയവനാ. പക്ഷെ കിടക്കയിൽ നിന്ന് സർവശക്തി സംഭരിച്ച് എഴുന്നേൽക്കുവാൻ നിനക്കൊരു ജോസഫ് മുന്നിലുണ്ടെന്ന് ഓർമ്മ വരട്ടെ. ആമേൻ, ആമേൻ.